ഏവർക്കും നല്ലൊരു പ്രഭാതം സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാന മധ്യം വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം ഈശോ നമ്മളോട് പറയാണ്, നിന്റെ കരുതി വെക്കലിനെ കുറിച്ച്, നിന്റെ നിക്ഷേപം എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് ഈശോ നമ്മളോട്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഞങ്ങളിങ്ങനെ സെമിനാരിലായിരിക്കുന്ന സമയത്ത് ചില പള്ളികളിലൊക്കെ ചില ഗെയിംസും പരിപാടികളൊക്കെ ആയിട്ട് കുട്ടികളുടെ അടുത്തേക്ക് പോകും. ആ സമയത്ത് ഒരിക്കൽ ഞങ്ങൾ നടത്തിയൊരു മത്സരമാണ്. കുട്ടികളോട് ചോദിച്ചു, വട്ടം കൂട്ടി ഇരുത്തിയിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ ഒരു വലിയൊരു അപകടം ഉണ്ടാവാം, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു വസ്തു മാത്രം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാം, എന്ത് ചെയ്യും? അപ്പോൾ പലരും ഈ ഒരു ചെറിയ ചോദ്യത്തിന് ശേഷം അല്പ നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഓരോരുത്തരായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു. വളരെ രസകരമായ ഉത്തരങ്ങൾ കിട്ടി. ചിലർ പറഞ്ഞു മൊബൈൽ എടുത്തുകൊണ്ട് പോകും, ചിലർ പണം എടുത്തുകൊണ്ട് പോകും, ചിലർ വണ്ടിയുടെ കീ എടുത്തുകൊണ്ട് ഓടും. ഒരു സന്യാസിയായ ഒരു സിസ്റ്റർ, അവരുടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞൊരു മറുപടി രസകരമായിരുന്നു, എൻ്റെ സന്യാസ വസ്ത്രം എടുത്തുകൊണ്ട് ഞാൻ ഓടിപ്പോകും. ഒരാൾ പറഞ്ഞൊരു കുഞ്ഞു വെറുതെ പറഞ്ഞു ബൈബിൾ എടുത്തുകൊണ്ട് ഓടിപ്പോകും. ഇവർ പറഞ്ഞ ഉത്തരങ്ങളിലേക്കൊന്നുമല്ല, നമ്മുടെ ഈ ഉത്തരങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു സാധ്യതയിലേക്കാണ്. എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ കരുതി വെക്കലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അപകടം പിണയുന്ന സമയത്ത് എനിക്ക് ആദ്യം എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ഉറപ്പിക്കുന്നത് എന്തോ അതാണ് എൻ്റെ കരുതി വെക്കൽ. എന്തിനോടാണ് എൻ്റെ മമത, എൻ്റെ ഹൃദയം ചേർന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ധ്യാനിച്ചെടുക്കണമെന്നുള്ളതാണ്. നമ്മൾ ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും ആദ്യം കണ്ടെത്തേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മമത എവിടെയാണെന്നുള്ളത്, എൻ്റെ ഹൃദയം ഒട്ടിച്ചേർന്നിരിക്കുന്നത് എവിടെയാണ്, എൻ്റെ കരുതൽ എവിടെയാണ്, എന്തിനോടാണ് ഞാൻ ഹൃദയം ഇങ്ങനെ പറ്റിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു ദിവസം ഒന്ന് ആഴത്തിൽ ചിന്തിച്ച് നോക്കാം. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഹൃദയം പറ്റിച്ചേർന്നിരിക്കുന്നത് എവിടെയാണ്? എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണോ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ധനത്തെക്കുറിച്ചാണോ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നത്? ഈ ലൗറി ബത്ത് എന്ന് പറയുന്ന ജീസസ് ഇൻ ബ്ലൂ ജീൻസ് എഴുതിയ സുന്ദരനായ ആ കൃതിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നീ ഒരുപാട് പ്രാർത്ഥിക്കുന്നത് നിൻ്റെ ധനത്തിന് വേണ്ടിയിട്ടാണ്, ദാരിദ്ര്യത്തെ ഭയന്നിട്ടാണ് നീ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ സ്വർണ്ണക്കാള് കുട്ടി ധനമാണ്. നീ ഒരുപാട് പ്രാർത്ഥിക്കുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ ആ സ്വർണ്ണ വിഗ്രഹം എന്ന് പറയുന്നത് ഈ ആരോഗ്യമാണ്. എന്തിനെക്കുറിച്ചാണ് നീ പ്രാർത്ഥിക്കുക? എന്തിനോടാണ് നിൻ്റെ ഹൃദയം പറ്റിച്ചേർന്നിരിക്കുക? ഈ ഒരു ദിവസം ശരിക്കും ആഴത്തിൽ പഠിക്കാം. ആ ഹൃദയത്തിൻ്റെ മമതകൾ എൻ്റെ ദൈവത്തോടും ദൈവത്തിൻ്റെ സ്നേഹത്തോടും ആത്മീയ കാര്യങ്ങളോടുമായി മാറട്ടെ. അതിനുവേണ്ടി കൃപയ്ക്കായിട്ട് ദൈവത്തോട് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോ